Ni hao guys, നമ്മളിത് നമ്മുടെ ചൈനീസ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു കോണ്ടന്റ് എടുക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ മറ്റേ ഡേറ്റ് ഓർ പാസ് എന്ന് പറഞ്ഞൊരു ചലഞ്ചില്ലേ, അത് ഇന്ത്യൻ സെലിബ്രിറ്റീസിനെ വെച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. സോ ഇഫ് യു ഗെറ്റ് എ ചാൻസ്, വിൽ യു ഡേറ്റ് ദിസ് ഗൈ? നോ. ഈ വീഡിയോ ഓൾറെഡി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ പിൻ ചെയ്തേക്കാം. അങ്ങനെ ആ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ ഇവർ നമ്മളോട് ചോദിച്ചു ഡിന്നർ കഴിക്കാൻ ഞങ്ങളുടെ കൂടെ വരുമോന്ന്. അന്ന് വേറെ പ്ലാൻസ് ഇല്ലാത്തതാണ് ഞങ്ങൾ പറഞ്ഞു ഓഫ് കോഴ്സ് വൈ നോട്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ അവരുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വേറൊരു സ്ഥലത്തെത്തി ഇറങ്ങി അവരുടെ കൂടെ നടന്നു. സ്റ്റെപ്പൊക്കെ കയറി മുകളിൽ ചെന്നപ്പോൾ ദേ ഇവിടെ വേറെയും ആൾക്കാർ കുറേ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം റിസർവേഷനൊക്കെ ആക്കി കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. ഭയങ്കര എസ്തെറ്റിക് വൈബായിരുന്നു ഇതിൻ്റെ അകത്ത്. എൻ്റെ ഫോൺ വാങ്ങി അവളെടുത്ത വീഡിയോ ഉണ്ട് ഈ കാണുന്നത്. ആ കുഞ്ഞവരുടെ അടുത്ത് ചൈനീസിൽ ഞങ്ങളെ മൈൻഡ് ചെയ്യാൻ പറഞ്ഞതാണ്. കൊച്ചൊരു മൈൻഡും ഇല്ലായിരുന്നു. ഇത് അവരെന്നെ വെച്ചെടുത്തൊരു വീഡിയോ ആണ്. ഇവർക്ക് ഈ ഇന്ത്യക്കാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ റീൽസ് എടുക്കുന്നത് ഇങ്ങനത്തെ ടൈപ്പാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് വന്ന് അവർ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കാനൊരു വീഡിയോ ഒക്കെ എടുത്തു. ഇവക്കടെ ഒരു പിരി പോയ പോലെയാണ് ഇവള് കാണിക്കുന്നത്. ഇവക്ക് ശരിക്കും മുഴുവട്ട. വീഡിയോ വല്ലാണ്ട് ലോങ് ആയി പോകണ തന്നെ ഞാൻ ഈ സോങ്ങിൻ്റെ മലയാളം പഠിപ്പിക്കണതൊക്കെ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ബാക്കി ഫുള്ളായിട്ടുള്ളത് ഞാൻ വേറെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണിക്കാൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ നേരത്തെ പറഞ്ഞത് സത്യമല്ലേ ഇവക്കൊരു പിരി കുറവാണെന്ന്? ചില സമയത്ത് പിരി കുറവല്ല, പിരിയേ ഇല്ലാത്ത അവസ്ഥയാണ് ഇവളിവിടെ കിടന്ന് കാണിക്കുന്നത്. കണ്ടില്ലേ? പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. ബാക്കി കുറേ ഫുഡ് വന്നാൽ അതൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് പിന്നെ നേരെ നടന്ന് കാറിൽ കയറി, കാറെടുത്തു, നേരെ ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് വിട്ടു. ഞങ്ങളെ ഒരു ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അവർ പോയി. ബട്ട് ടു ബി ഫ്രാങ്ക് ഇറ്റ് വാസ് ആൻ അമേസിങ് ഡേ. ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും പാട്ട് പാടിയതും മലയാളം പഠിപ്പിച്ചതും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഡേ ആയിരുന്നു.